അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് വിട ചൊല്ലാനൊരുങ്ങി രാജ്യം. സംസ്കാരം അല്പസമയത്തിനകം കർണാടക മൈസൂരു ഹുണ്ടിയിലെ നവീൻ ഫാം ഹൌസിൽ നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ. മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിനിമ, സംഗീതം, രാഷ്ട്രീയം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാവിലെ 8:30യോടെയാണ് മഹാരാജ കോളേജ് പൊതുദർശനം തുടങ്ങിയത്. രാവിലെ മുതൽ പ്രിയപ്പെട്ട ഗായികയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വലിയ തിരക്കാണ് മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ അനുഭവപ്പെട്ടത്. കേരള സർക്കാരിനായി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വിഖ്യാത ഗായികയാണ് വിട പറയുന്നത്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? ആരൊക്കെയാണ് സംസ്കാര ചടങ്ങുകളിലൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സംഗീതത്തിൻ്റെ ഒരു യുഗം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട ജാനകി അമ്മയ്ക്ക് രാജ്യം ഒന്നാകെ വിട ചൊല്ലുകയാണ്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിലെ പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം വിലാപയാത്രയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന നവീൻ ഫാം ഹൗസിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 4:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ എത്തിയ ശേഷം ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുക. ജാനകിയമ്മയുടെ ആവശ്യപ്രകാരമാണ്, അല്ലെങ്കിൽ അവരുടെ അന്ത്യാഭിലാഷമാണ് ഈ നവീൻ ഫാം ഹൗസിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. കർണാടക സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും വിലാപയാത്ര മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഈ നവീൻ ഫാം ഹൗസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം അവിടെ എത്തും. അവിടെ സംസ്കാര ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ രാവിലെ 8:30 മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചത്. ആ മൃതദേഹം അവിടെ എത്തിച്ചത് മുതൽ തന്നെ അണമുറിയാത്ത പ്രവാഹമായിരുന്നു മഹാരാജ കോളേജ് ഗ്രൗണ്ടിലേക്ക്. അവസാന നിമിഷം വരെ ഒരു നോക്ക് കാണാൻ, പ്രിയപ്പെട്ട ഗായികയെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. വിവിധ തുറകളിൽ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആയിരങ്ങൾ മഹാരാജ കോളേജ് ഗ്രൗണ്ടിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. ഒപ്പം ജാനകിയമ്മയുടെ പ്രിയപ്പെട്ട ശിഷ്യരായിട്ടുള്ള ഗായകരും സംഗീത സംവിധായകരും സിനിമാ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ നിന്നും അടക്കമുള്ള പ്രമുഖരും എത്തിയിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനമാണ് ചിത്ര എത്തുന്നത്. അവർ വരാനുള്ള കാത്തിരിപ്പായിരുന്നു. ചിത്ര കൂടി എത്തിയതിനു ശേഷമാണ് പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയായത്. ഏതായാലും വളരെ വികാരഭരിതമായ ഒരു കാഴ്ചയാണ് മഹാരാജ ഗ്രൗണ്ടിൽ എങ്ങും കണ്ടത്. പ്രത്യേകിച്ച് ചിത്രയടക്കമുള്ള ഗായകർ വളരെ സങ്കടപ്പെട്ട് നിറമിഴികളോടുകൂടിയാണ് എല്ലാവരും പ്രിയപ്പെട്ട ജാനകി അമ്മ എന്നാണ് വിളിക്കുന്നത്. അവരുടെ ഒരു അമ്മ വിട പറഞ്ഞ അതേ വിഷമത്തിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. വളരെ സങ്കടത്തോടുകൂടി പ്രിയപ്പെട്ട ഗായികയ്ക്ക് യാത്രാമൊഴി ഏകിയിരിക്കുകയാണ്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. കനിയ ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസ്, അത് എസ് ജാനകിയുടെ ഉടമസ്ഥതയിലുള്ള ഫാമാണ്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ അത് നടക്കും. കൊച്ചുമകൾ അപ്സരയാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുക. നമുക്കറിയാവുന്ന പോലെ ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ് എസ് ജാനകി. അതുകൊണ്ട് തന്നെ തെലുങ്ക് ബ്രാഹ്മണ ആചാര പ്രകാരമാണ് അന്ത്യകർമ്മങ്ങളും നടക്കുക. ശരി, വിഖ്യാത ഗായിക ജാനകിയമ്മയാണ് വിട വാങ്ങിയിരിക്കുന്നത്. സംസ്കാരം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. കർണാടക മൈസൂരു ഹുണ്ടിയിലെ നവീൻ ഫാം ഹൗസിൽ ഔദ്യോഗിക ബഹുമതികളോടെയൊക്കെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക.